சிபிஐ முதிர்ந்த தலைவர் கே சிவராமனுக்கு எதிராக கடுமையான கட்சி ஒழுங்கு நடவடிக்கை எடுக்கப்பட்டுள்ளதாக சிபிஐ மாவட்ட செயலாளர் கே சலீம்குமார் தெரிவித்துள்ளார். சிபிஐ மாவட்ட கவுன்சிலிலிருந்தும் எக்ஸிகியூட்டிவ் கமிட்டியிலிருந்தும் வெளியேற்றப்பட்டதாகவும் கட்சிக்கு எதிராக வெளிப்படையான பிரச்சாரங்கள் நடத்தியதால் தான் நடவடிக்கை எடுக்கப்பட்டதாகவும் சிபிஐ மாவட்ட செயலாளர் தெரிவித்துள்ளார். കെ ശിവരാമൻ പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടതായ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയത് തെറ്റായിപ്പോയി എന്നാണ് പാർട്ടി കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് ശിവരാമനെ പോലൊരാള് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല, പറഞ്ഞത് തെറ്റാണ്, അച്ചടക്ക ലംഘനമാണ്. സഖാവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ കൗൺസിൽ യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. സഖാവ് പാർട്ടി മെമ്പറായിട്ട് സഖാവിന് ഈ പാർട്ടി തുടരുന്നതിന് തടസ്സമില്ല. ഇതാണ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കൗൺസിലിൽ നിന്നാണ് ഒഴിവാക്കുന്നത്. ഇപ്പൊ അദ്ദേഹം നിലവിൽ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാധാ പാർട്ടി മെമ്പറായിട്ട് സഖാവിന് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യം വരുന്നുണ്ട്. അത്തരം ആവശ്യങ്ങൾ പറഞ്ഞവരുമുണ്ട്, പറയാത്തവരുമുണ്ട്. പക്ഷെ പാർട്ടിയുടെ ജില്ലയുടെ പൊതുവായി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പുറത്താക്കലല്ല, സഖാവിനും കൂടി പാർട്ടിയുടെ ഭാഗമായി തന്നെ നിർത്തണമെന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് പാർട്ടി മെമ്പറായി തുടരുന്നതിന് തടസ്സമില്ല എന്ന് തന്നെയാണ് തീരുമാനം. എന്തായാലും അദ്ദേഹം ചാനലുകാരെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് ഗുരുതരമായ പാർട്ടി അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ പറയാൻ പാടില്ല. ഒരു സാധാ പാർട്ടി മെമ്പർ അല്ല, ഈ ജില്ലയിലെ ഏറ്റവും സീനിയറായ പാർട്ടി സഖാവാണ്. ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ഇരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞത് ഗുരുതരമായ തെറ്റായതുകൊണ്ട് തന്നെയാണ്